തിരികെ മടങ്ങിയെത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സിദ്ദിഖ് വീട്ടിലില്ല എന്നതിന് പുറമെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. സിദ്ദിഖ് കൊച്ചിയിൽ നിന്നും മുങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കീർത്തി ചേരുന്നു. കീർത്തി, ഇപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വെണ്ണലയിലെ വീട്ടിലില്ല, നമ്മളിപ്പോൾ ആലുവയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ കൂടി ഇല്ലെങ്കിൽ സിദ്ദിഖ് മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും മനു, അത് സ്ഥിരീകരിക്കേണ്ടി വരും. സിദ്ദിഖ് ഒളിവിൽ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടി വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ സിദ്ദിഖിന്റെ കൊച്ചിയിലെ പടപ്പുകളിലെ വെണ്ണലയിലെ വീട്ടിലേക്കില്ല മാധ്യമപ്രവർത്തകർ പോരുന്നു. എന്നാൽ അവിടെ സിദ്ദിഖ് ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ആലുവയിലെ കുട്ടമശ്ശേരിയിലെ വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആലുവയിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ആലുവയിലെ വീട്ടിലേക്ക് പോവുകയാണ്, അവിടെയും സിദ്ദിഖ് ഇല്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ ഫോൺ പരിധിക്ക് പുറത്താണ്, സിദ്ദിഖിന്റെ ഫോൺ വിളിക്കുന്ന സമയത്ത് പരിധിക്ക് പുറത്താണ്, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഇന്ന് കോടതിക്ക് മുന്നിൽ ഈ കേസ് വരുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ സിദ്ദിഖിനെ പല മാധ്യമ പ്രവർത്തകരും വിളിച്ചിരുന്നു. ഈ ഒരു സമയത്ത് സിദ്ദിഖ് കൊച്ചിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. സിദ്ദിഖിനെ ഫോണിൽ ലഭിച്ചിരുന്നത് ശേഷമാണ് സിദ്ദിഖിന്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായി കാണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആലുവയിലെ വീട്ടിൽ ഇല്ല എന്നുള്ളൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എറണാകുളം ജില്ലയിൽ സിദ്ദിഖുണ്ടോ അതോ മറ്റേതെങ്കിലും സ്ഥലത്താണോ, ഇങ്ങനെ ഒരു വിധി വന്നതിന് പിന്നാലെ സിദ്ദിഖ് മാറി നിൽക്കുന്നതാണോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. സിദ്ദിഖ് ഒളിവിൽ കഴിയുകയാണ്. ഇപ്പോൾ സിദ്ദിഖ് ഇപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായാണ് എങ്ങോട്ടെങ്കിലും പോയതെങ്കിൽ ഇപ്പോൾ വിധി വന്നതിന് പിന്നാലെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനൊക്കെ നടക്കുന്നുണ്ട്. അത്തരം നടപടികളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കേസ്, ഇങ്ങനെയൊരു വിധി വരാനിരിക്കെ മറ്റെന്തെങ്കിലും ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ കൊച്ചിയിലെ വെണ്ണലയിലെ ഈ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പിന്നീട് ഈ വിധി വന്നതിന് ശേഷമാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 2 വീടുകളാണ് സിദ്ദിഖിനുള്ളത്. ഒന്ന് വെണ്ണലയിലെയും ഒന്ന് ആലുവയിലെയും. ഈ 2 വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് മനു ഇപ്പോൾ ലഭിക്കുന്നത്. സിദ്ദിഖ് ഒളിവിൽ എന്നത് സ്ഥിരീകരിക്കേണ്ടി വരും എന്ന തരത്തിലേക്ക് തന്നെയാണ് മനു കാര്യങ്ങൾ പോകുന്നത്. ശരി, കീർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവതരമാണ് കാര്യങ്ങൾ. സാഹചര്യം മാറുകയാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പുറമെ ഇപ്പോൾ സിദ്ദിഖ് വീട്ടിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് 2 വീടുണ്ട്. ഒന്ന് ഇത് വെണ്ണലയിലെ വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വാതിലുകൾ പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ സിദ്ദിഖ് അവിടെ ഇല്ല എന്ന വിവരങ്ങളായിരുന്നു നേരത്തെ ലഭിച്ചത്. ഇപ്പോൾ ആലുവയിലെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കീർത്തി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ. അവിടെയും സിദ്ദിഖ് ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ വരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. സിദ്ദിഖ് മാറി നിൽക്കുകയാണോ കൊച്ചിയിൽ നിന്ന് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അല്പസമയം മുമ്പാണ് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത്. മറ്റൊരു സാധ്യത സിദ്ദിഖ് ഇവിടെ തേടുന്നത്, സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നിയമപരമായ സാധ്യതകൾ തേടുന്നു എന്നതാണ്. സുപ്രീം കോടതിയിൽ ഹർജി നൽകും, പക്ഷേ അവിടെ സമയമൊക്കെ എടുക്കും, അത് ബന്ധപ്പെട്ട് ലിസ്റ്റ് ചെയ്തൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള നിയമപരമായ മറ്റ് കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കൊച്ചിയിൽ നിന്ന് സിദ്ദിഖ് മാറിയിരിക്കുന്നു എന്ന വിവരം നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഏതായാലും വരുന്ന സമയം വളരെ നിർണായകമാണ്. സിനിമാ മേഖലയെ സംബന്ധിച്ച്, സിദ്ദിഖിനെയൊക്കെ സംബന്ധിച്ച് അറസ്റ്റ് ഉണ്ടാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വിവരങ്ങളാണ് കീർത്തിയും സാലി മുഹമ്മദും വിവിധ സമയങ്ങളിലായി നൽകിയത്.